പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. മുസ്ലിം ഉമ്മത്ത് വിശുദ്ധ ഖുർആന്റെ കൂടെ സഞ്ചരിച്ച, ആ ഖുർആനെ ജീവിതത്തിൻ്റെ വെളിച്ചമായി സ്വീകരിച്ച, ആ ഖുർആനിക അധ്യാപനങ്ങളെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിച്ച കാലഘട്ടങ്ങളിൽ എന്നും ആ മുസ്ലിം ഉമ്മത്ത് ഇസ്സത്തുള്ള മാതൃകായോഗ്യമായ സമൂഹമായിട്ടുണ്ട് എന്നത് ഞാൻ സൂചിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച സ്വഹാബ കിറാം തന്നെയാണ് ആ രംഗത്തെ ഒന്നാമത്തെ മാതൃക. എന്തുകൊണ്ട് ആ സ്വഹാബ കിറാമിൽ മാറ്റമുണ്ടായി? സ്വഹാബ കിറാം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ തിന്മകളും ജീവിതത്തിലവർ കാത്തുസൂക്ഷിച്ചവർ തന്നെയായിരുന്നു. കൊലപാതകങ്ങളും പിടിച്ചുപറിയും മദ്യവും മയക്കുമരുന്നുകളും അതേപോലെ ചൂഷണങ്ങളും മോഷണങ്ങളും അടക്കമുള്ള എല്ലാ തിന്മകളും വ്യാപകമായി ജീവിതത്തിൽ ശീലിച്ചു വന്ന തലമുറ അവരും മാറി എന്ന് മാത്രമല്ല, ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയത് അവരുടെ ജീവിതത്തിൻ്റെ വഴിയായി വിശുദ്ധ ഖുർആനെ സ്വീകരിച്ചപ്പോഴായിരുന്നു. സുഹൈബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പഠിച്ച രീതി എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ 10 ആയത്തുകൾ ആദ്യം പഠിക്കും. ആ 10 ആയത്തുകൾ പഠിച്ചാൽ ആ 10 ആയത്തുകൾ പ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് അതിൻ്റെ കൂടെ ഞങ്ങൾ പഠിക്കും. അത് പഠിച്ചിട്ടല്ലാതെ അടുത്ത 10ലേക്ക് ഞങ്ങൾ പോകാറില്ല. അങ്ങനെ ഓരോ വചനങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും ആ വചനങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കൂടി ഞങ്ങൾ പഠിച്ചു, അത് പാലിച്ചു, അത് പ്രാവർത്തികമാക്കി. അതുകൊണ്ട് തന്നെ ഫതഅല്ലംനൽ ഖുർആൻ വൽ അമല ബിഹി ജമീഅ, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ മാത്രമല്ല പഠിച്ചത്, ആ ഖുർആൻ പഠിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വൽ അമല ബിഹി ജമീഅ, ആ ഖുർആൻ പ്രകാരം എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുകൂടി ഞങ്ങൾക്ക് പഠിഞ്ഞു. കേവലമായി ഖുർആൻ പഠിച്ച, കേവലമായി പാരായണത്തിന് മാത്രം കഴിയുന്ന, കാണാപാഠം മാത്രം പഠിച്ച നാമമാത്ര ഓത്തുകാരായി പാരായണക്കാരായിട്ടല്ല ആ സ്വഹാബിമാർ ഉണ്ടായത്. നേരെ മറിച്ച് 10 ആയത്ത് ആദ്യം പഠിക്കുന്നു, ആ 10 ആയത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, ശേഷം അടുത്ത 10ലേക്ക് പോകുന്നു, ആ 10 ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, ശേഷം അടുത്ത 10ലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഫതഅല്ലംനൽ ഖുർആൻ വൽ അമല ബിഹി ജമീഅ, വിശുദ്ധ ഖുർആനും ആ ഖുർആൻ പ്രകാരം പ്രാവർത്തികമാക്കേണ്ട രീതിയും ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു വന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞുവല്ലോ, സ്വഹാബത്തിനെ സവിശേഷമായി പറഞ്ഞപ്പോൾ അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വഅഅ്മഖഹാ ഇൽമ വഅഖല്ലഹാ തകല്ലുഫ ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി അലൈഹിസ്സലാം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അഥവാ ഈ സമുദായത്തിലെ, മനുഷ്യകുലത്തിലെ, മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വിശുദ്ധമായ മനസ്സിന്റെ ഉടമകൾ സ്വഹാബിമാരായിരുന്നുവെന്നാണ്. അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾ ആ സ്വഹാബിമാരായിരുന്നു. തിന്മകളിലേക്ക് ചാഞ്ഞു പോവുക പോലും ചെയ്യാത്ത, തിന്മയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത, അബദ്ധവശാൽ വല്ല തിന്മകളും സംഭവിച്ചാൽ കുറ്റബോധം കൊണ്ട്, പാപഭാരത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട് തലകുനിയുന്ന, അതിനുള്ള പ്രായച്ചിത്തം എന്താണ് എന്ന് സ്വയം അന്വേഷിച്ച് ഇങ്ങോട്ട് തേടിത്തിരിഞ്ഞു വരുന്ന സ്വഹാബത്തിനെയാണല്ലോ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഉമ്മത്തില് ഏറ്റവും ആഴത്തിൽ അറിവുള്ളവർ സ്വഹാബിമാരായിരുന്നുവെന്നാണ്. ഈ ഉമ്മത്തില് തകല്ലുഫില്ലാത്ത, നാട്യങ്ങളും ജാടകളുമില്ലാത്ത, കാട്ടിക്കൂട്ടലുകളില്ലാത്ത ശരിയായ ജീവിതത്തെ പച്ചയായി മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ച, ഉള്ളും പുറവും ഒരുപോലെ പരിശുദ്ധമായ സമൂഹമായിരുന്നു സ്വഹാബിമാർ. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി അലൈഹിസ്സലാം, പ്രവാചകരുടെ കൂടെ ജീവിക്കുവാനായി അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനവിഭാഗമാണ്, സമൂഹമാണ് സ്വഹാബിമാരെന്ന് സ്വഹാബി തന്നെയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ ആ ഖുർആന്റെ വാഹകരായ പ്രവാചകരെയും പ്രവാചകരെ കൂടെയുള്ള സ്വഹാബത്തിനെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല
വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ വ്യത്യസ്തമായ മഹത്വങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു കാണിച്ചുവെങ്കിൽ ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലും ഇൻജീലിലും സ്വഹാബത്തിനെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണല്ലോ പരിചയപ്പെടുത്തിയത്. ذَلِكَ مَثَلُهُمْ فِي التَّوْرَاةِ وَمَثَلُهُمْ فِي الْإِنْجِيلِ എന്ന് അല്ലാഹു തആല ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ذَلِكَ مَثَلُهُمْ فِي التَّوْرَاةِ ഇതാണ് തൗറാത്തിൽ ഈ സ്വഹാബത്തിനെ കുറിച്ച്, ഈ നബിയെ കുറിച്ച് ഉപമയായി പറഞ്ഞിരിക്കുന്നത്. വമസലുഹും ഫിൽ ഇൻജീൽ എന്നാൽ ഇൻജീലിൽ അവരുടെ ഉപമയാവട്ടെ താഴെ പറയും പ്രകാരവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഉപമകൾ, രണ്ട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ചിട്ട് പറയുന്നു. ഈ ഉദാഹരണങ്ങളാണ് നബിയെയും സ്വഹാബത്തിനെയും കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഖുർആൻ പറയുന്നു. അതേ, തൗറാത്തിൽ പരാമർശിക്കപ്പെട്ട സമൂഹമാണ് സ്വഹാബത്ത്, ഇൻജീലിൽ പരാമർശമുള്ള സമൂഹമാണ് സ്വഹാബത്ത്. വിശുദ്ധ ഖുർആനിൽ 100ഓളം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട വിഭാഗമാണ് സ്വഹാബത്ത്. ആ സ്വഹാബിമാർ ഖൈറു ഉമ്മ, ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ഉദാത്തമായ ഉമ്മത്താണ്, സമൂഹമാണ് എന്ന ആ ഒരു സ്ഥാനപ്പേര് അവർക്ക് ലഭിച്ചത് വിശുദ്ധ ഖുർആനിനെ വെളിച്ചമായി സ്വീകരിച്ചപ്പോഴാണ്, പ്രവാചക അധ്യാപനങ്ങളെ ജീവിതത്തിലെ വഴികാട്ടിയായി സ്വീകരിച്ചപ്പോഴാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അല്ലാഹു തആല എന്താണോ വഹ്യായി നൽകിയത്, ഒന്നുകിൽ ഖുർആനിക വചനങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്റെ നാവിലൂടെ പുറത്തേക്ക് വന്ന പ്രവാചക ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ അധ്യാപനങ്ങൾ, മാതൃകകൾ, ഈ രണ്ട് വഹ്യികളെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ചപ്പോഴാണ് ആ ഒരു മാറ്റമുണ്ടായത്. നബിതങ്ങളായിരുന്നു മാതൃകാ പുരുഷൻ. ആ നബിതങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാൻ വരുന്ന മനുഷ്യനോട് പ്രവാചക പത്നി നൽകുന്ന മറുപടി നമുക്ക് കാണാമല്ലോ ഹദീസ് ഗ്രന്ഥങ്ങളിൽ. കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ഖുലുഖ്, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നുവെന്നാണ്. ഒരു ചെറിയ വചനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അത് പഠിപ്പിച്ചു വെച്ചുവെങ്കിൽ എത്രമാത്രം വിശാലർത്ഥമാണ് സഹോദരങ്ങളെ ആ വചനത്തിലുള്ളത്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നുവെന്നാണ്. ഇന്നും മദീനയിൽ ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയതായി അദ്ദേഹത്തിന്റെ അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം പരാമർശിച്ചത് പ്രവാചക സ്വഭാവം ഖുർആനായിരുന്നുവെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എന്തൊക്കെ സ്വീകരിച്ചുവോ അത് മുഴുവനും ഖുർആൻ സ്വീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പ്രവാചകൻ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചുവോ അതൊക്കെ വിശുദ്ധ ഖുർആൻ വേണ്ടെന്ന് വെക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം വിശ്വസിച്ചുവോ അതെല്ലാം വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാൻ നിർദ്ദേശിച്ച കാര്യങ്ങളായിരുന്നു. പ്രവാചകർക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടായിരുന്നുവോ അതെല്ലാം വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടെല്ലാം വെറുപ്പ് കാണിച്ചുവോ അതെല്ലാം വിശുദ്ധ ഖുർആൻ വെറുക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം അർത്ഥത്തിൽ പെരുമാറിയോ അതെല്ലാം വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ച മാതൃകാ പെരുമാറ്റങ്ങളായിരുന്നു. അതാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചക സ്വഭാവം ഖുർആനായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ ആ വിശുദ്ധ ഖുർആനിനെ മുസ്ലിം ഉമ്മത്ത് ആ ഒരു അർത്ഥത്തിൽ ഏറ്റെടുത്തെടുത്തെല്ലാം ആ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇന്ന് ആ ഇസ്സത്ത് നമുക്ക് കൈമോശം വന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ, ഇന്ന് മുസ്ലിം ഉമ്മത്തിനെതിരെ ഇല്ലാത്ത ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുവെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന് സ്വന്തത്തെക്കുറിച്ച് തന്നെയും അപകർഷതാബോധം അനുഭവപ്പെടുന്നുവെങ്കിൽ അവിടെ കൈമോശം വന്നത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം തന്നെയാണ്. കേവല പാരായണത്തിന് മാത്രമുള്ള ഗ്രന്ഥമാക്കി ഈ ഖുർആനിനെ ചില ആളുകൾ അതിനെ മാറ്റിവരുത്തിയപ്പോൾ മറ്റു ചില ആളുകൾ എഴുതിക്കെട്ടാനും കലക്കി കുടിക്കാനും മരിച്ചെടുത്ത് ഓതാനും മാത്രമുള്ള എന്തോ ചില സവിശേഷതയുള്ള വചനങ്ങൾ മാത്രമാക്കി അതിനെ ഒതുക്കിയെങ്കിൽ, മറ്റു ചില ആളുകൾ ആ വിശുദ്ധ ഖുർആനിന് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി പ്രവാചകാധ്യാപനങ്ങളെ തൽക്കാലം മാറ്റിവെച്ച് ഖുർആനിക വചനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചുകെട്ടി കൊണ്ടുപോയിട്ട് എല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ അനാചാരങ്ങളെയും എല്ലാ തെറ്റായ പ്രവണതകളെയും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തെളിവുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെങ്കിൽ അവിടെയാണ് ശരിയായ കാഴ്ചപ്പാടിനെ നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ കേവല പാരായണം മാത്രമല്ല, പാരായണം പ്രധാനമാണ്.
യാതൊരു കുറവുമില്ല പാരായണത്തിന്റെ മഹത്വത്തിന് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഒരക്ഷരം ഓതിയാൽ 10 പുണ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ, അലിഫ് എന്ന ഒരക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട് എന്നാണ്. അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമല്ല എന്ന് ആ ഹദീസിൽ പ്രത്യേകമായി എടുത്തു പഠിപ്പിക്കുന്നു. അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം മൂന്നാമതൊരക്ഷരമാണ്. അഥവാ അലിഫ് ലാം മീം എന്ന 3 അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 30 പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത് എന്നാണ്. എങ്കിൽ ഒരു വരി പാരായണം ചെയ്യുമ്പോൾ, ഒരു പേജ് പാരായണം ചെയ്യുമ്പോൾ, ഒരു അധ്യായം പാരായണം ചെയ്യുമ്പോൾ, വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി പാരായണം ചെയ്യുമ്പോൾ 600 പേജുകൾ ഓതി തീർക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കേവല പാരായണത്തിന് പുണ്യമുണ്ട്. പക്ഷേ കേവല പാരായണത്തിനു വേണ്ടി മാത്രമല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഏതാനും വചനങ്ങളെ അങ്ങ് ഇറക്കിക്കൊടുത്ത് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതല്ലല്ലോ ഖുർആനിന്റെ അവതരണം. 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായി ഓരോ സന്ദർഭങ്ങളിൽ, ഓരോ അവസരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വചനങ്ങളെ അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റുവാങ്ങി പ്രവാചകർക്ക് വന്ന് ഓതിക്കേൽപ്പിച്ചു കൊടുത്ത് അതിൻ്റെ വിശദാംശങ്ങളായും അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി ഹദീസായും പ്രവാചകർക്ക് വിശദീകരണമായും അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് 23 കൊല്ലം കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയായത് എങ്കിൽ കേവലം ഓതി തീർക്കാൻ മാത്രമുള്ള, ബറക്കത്തിനായി സൂക്ഷിക്കാൻ മാത്രമുള്ള ഒരു കേവല ഗ്രന്ഥമായിരുന്നു വിശുദ്ധ ഖുർആനെങ്കിൽ സഹോദരങ്ങളെ ഇതിൻ്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഓരോരോ സന്ദർഭവും സാഹചര്യങ്ങളും വരുമ്പോഴാണ് അല്ലാഹു തആല ഓരോ വചനങ്ങളും അവതരിപ്പിച്ചു കൊടുത്തത്. വിശുദ്ധ ഖുർആനിലെ ധാരാളമായി ആവർത്തിച്ചു വന്ന പ്രയോഗമാണല്ലോ വയസ്അലൂനക, നബിയെ താങ്കളോടവർ ചോദിക്കുന്നുവെന്നാണ്. ആ വചനത്തിന്റെ ആദ്യ ഭാഗം കുൽ, പറഞ്ഞു കൊടുക്കുക, ശേഷം അതിന് മറുപടിയും പറഞ്ഞു കൊടുക്കുന്നു. അഥവാ നബിയുടെ മുമ്പിൽ വന്ന് ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുകയാണ്. നബി എന്താണിതിങ്ങനെ, എന്താ അതങ്ങനെ, എന്താ ഇതിങ്ങനെ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടിക്കായി പ്രവാചകൻ കാത്തിരിക്കുന്നു. ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ഈ ലോകത്തിന്റെ സട്ടാവ്, മനുഷ്യരുടെ സട്ടാവ്, ഈ മനുഷ്യന്റെ ചോദ്യത്തിന്റെ ഉത്തരവുമായി അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞേക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും വിശുദ്ധനായ സൃഷ്ടിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നു കണ്ട് ഈ ചോദ്യത്തിന്റെ മറുപടി ഖുർആനിക വചനമായി, അതല്ലെങ്കിൽ ഹദീസിന്റെ വചനങ്ങളായി, ഹദീസിന്റെ ആശയങ്ങളായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് പറഞ്ഞും പഠിപ്പിച്ചും ഓതിയും നൽകുകയാണ് എന്നതല്ലേ വസ്തുത. വയസ്അലൂനക അനിൽ അഹില്ല, ചോദിക്കുന്ന നബിയെ താങ്കളോട് അവർ ഈ ചന്ദ്രന്റെ വൃക്ഷയങ്ങളെ കുറിച്ച്, എന്താണ് ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി വരുന്നു, പിന്നെ വലുതാകുന്നു, പിന്നെയും ചെറുതാകുന്നു, ചില ദിവസങ്ങൾ ഇല്ലാതാകുന്നു, ചില ദിവസങ്ങൾ പൂർണ്ണചന്ദ്രനായി മാറുന്നു, എന്താണ് ഈ വൃക്ഷയങ്ങളുടെ കാരണം, ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നവർ പറയുക, കുൽ, പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു മറുപടി അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. വയസ്അലൂനക അനിസ്സാഅ, അവർ ചോദിക്കുന്നു അന്ത്യനാളിനെ കുറിച്ച്. വയസ്അലൂനക അനിർ റൂഹി, അവർ ചോദിക്കുന്നു ആത്മാവിനെ കുറിച്ച്. വയസ്അലൂനക അനിൽ ഖർനൈൻ, അവർ ചോദിക്കുന്നു നബിയെ താങ്കളോട് ദുൽ ഖർനൈൻ എന്ന ഭൂമിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ആധിപത്യം നേടിയ ഒരു ഭരണാധികാരിയെ കുറിച്ച് ചോദിക്കുന്നു നബിയെ അവർ പറഞ്ഞു കൊടുക്കുക. കുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, ഇത്തരം പ്രയോഗങ്ങൾ ധാരാളമാണ് വിശുദ്ധ ഖുർആനിൽ. സമാനമായ ആശയമുള്ള വചനങ്ങൾ ധാരാളമാണ് വിശുദ്ധ ഖുർആനിൽ. സഹോദരങ്ങളെ, ഖുർആൻ അവതരിച്ചത് ഒരു വലിയ ആശയത്തെ, ഒരു വലിയ നിയമസംഹിതയെ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്നർത്ഥം. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന ഏതൊക്കെ സന്ദർഭവും സാഹചര്യവുമുണ്ടോ അവിടെയെല്ലാം കൃത്യമായ വഴികാട്ടിയായി, കൃത്യമായ മാർഗദർശിയായിട്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ കേവലം ഏതെങ്കിലും സമയത്ത് മറിച്ചു വെച്ച് ഓതിപ്പോകുവാനുള്ള ഒരു കേവല പാരായണ ഗ്രന്ഥമായി മന്ത്രോച്ചാരണങ്ങളെ പോലെ ഉച്ചരിച്ചു നിൽക്കുവാനുള്ള കേവല വചനങ്ങളായിട്ടല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകരുടെ കൽബിലേക്കാണ്, പ്രവാചകരുടെ ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്, കൈകളിലേക്കല്ല. ഏത് ഗ്രന്ഥവും എഴുതി തയ്യാറാക്കി അത് കൈകളിലേക്കാണ് കൈമാറ്റം ചെയ്തെങ്കിൽ വിശുദ്ധ ഖുർആന്റെ സവിശേഷത അത് കൈകളിലേക്കല്ല അവതരിച്ചത്.
ആകാശലോകത്ത് നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് കൈമാറിക്കൊടുക്കുന്നത് പ്രവാചകരുടെ ഹൃദയത്തിലേക്കാണ്, നബിതങ്ങളുടെ മനസ്സിലേക്കാണ്, ഓതിക്കൊടുക്കുകയാണ്, അത് കേട്ടു പഠിക്കുകയാണ്, അത് സ്വീകരിക്കുകയാണ്, അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. ഇന്നലെ വരെ നിയമാനുസൃതമായി അംഗീകരിക്കപ്പെട്ട കാര്യത്തിൽ ഒരു വചനമിറങ്ങുന്നു, ഇന്നു മുതൽ അത് പാടില്ല, അവസാനിപ്പിക്കണമെന്ന വചനമിറങ്ങുമ്പോൾ അതോടുകൂടി അത് അവസാനിക്കുന്നു അവിടെ. പിന്നെ ആ സമൂഹം അത് ചെയ്യുന്നില്ല. മദ്യം ഒഴിവാക്കണേ എന്ന വചനമിറങ്ങി, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്ന ചോദ്യമിറങ്ങി വിശുദ്ധ ഖുർആനിൽ. ആ ആയത്തിറങ്ങിയതിനു ശേഷം പിന്നെ മദ്യപിച്ച ഒരു സ്വഹാബിയെ കാണാനാവില്ല. വ്യഭിചരിക്കരുതേ എന്ന, വ്യഭിചാരത്തെ സമീപിക്കരുതേ എന്ന വചനമിറങ്ങി. ആ ആയത്തിറങ്ങിയതിനു ശേഷം പിന്നെ വ്യഭിചരിക്കാൻ പോയ സ്വഹാബിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. മോഷ്ടിക്കാൻ പാടില്ല എന്ന്, കളവ് പറയാൻ പാടില്ല എന്ന്, പരിഹസിക്കാൻ പാടില്ല എന്ന്, അന്യന്റെ സമ്പത്ത് അന്യായമായി അത് കയ്യിലാക്കാൻ പാടില്ല എന്ന് സമാനമായ അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ എന്ന് അവതരിച്ചുവോ അന്നത്തോടെ അത് അവസാനിച്ചവിടെ. പിന്നെ അത് ഉണ്ടായിട്ടില്ല. മാനുഷികമായി വല്ല അബദ്ധങ്ങളും സംഭവിച്ച ആരെങ്കിലുമൊക്കെ ചെന്ന് ഇത്തരം തെറ്റുകൾ അഥവാ ചെന്നുപെട്ടാൽ തന്നെയും അടുത്ത നിമിഷങ്ങളിൽ കുറ്റബോധത്തോടു കൂടി മടങ്ങി വന്ന് നബിതങ്ങളെ വന്ന് കണ്ട് ത്വഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ശുദ്ധീകരിക്കണേ, തെറ്റുപറ്റിപ്പോയി, അപരാധം സംഭവിച്ചു പോയി, ശുദ്ധീകരിക്കണേ എന്ന് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം മാറി.